ഹലോ ഗെയ്സ്, ഞങ്ങളിന്ന് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ആണിത് കണ്ടത് കേട്ടോ. ഞങ്ങളൊന്ന് പുറത്ത് പോയി വന്നപ്പോഴാണ് കണ്ടത് വീട്ടിൽ തത്തേനെ പാമ്പ് പിടിച്ചിരിക്കുക. എന്നിട്ട് ഞങ്ങളെ കണ്ടതും പാമ്പ് ഇറങ്ങി ഓടി കേട്ടോ. അതിനെ അവിടെ പാതി ജീവനാക്കിയിട്ടിട്ട്, പകുതിയല്ല, ജീവനേ ഇല്ല തത്തയ്ക്ക്. പാവം കിടക്കണ കണ്ടില്ലേ. അതിനുശേഷം ഞങ്ങൾ മാറി നിന്നു, എന്താ ഇനി പാമ്പ് വരുമോ നോക്കിയിട്ട്. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ തത്തേനെ അവിടെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ മാറി നിന്നു, പാമ്പിനി എങ്ങാനും വന്നാലോ വിചാരിച്ചിട്ട്. അത് അപ്പോഴാണ് കണ്ടത്. പിന്നെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ പോയി നോക്കുമ്പോൾ പാമ്പ് വീണ്ടും വന്നിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ പാമ്പ് വന്നിട്ടുള്ളത്? കൂട്ട് കിടക്കണ കണ്ടില്ല, തത്തേനെ പിടിച്ച് വെച്ചിരിക്കണം കണ്ടില്ലേ. അതിൻ്റെ പകുതി വിഴുങ്ങി അതിൻ്റെ വായയിലാണ് കിടക്കുന്നത്. പാമ്പിൻ്റെ വായയിലാണ് തത്തയുടെ തല കിടക്കുന്നത്. കണ്ടോ, പാവല്ലേ. അത് ഇങ്ങനെ അതിനെ വിഴുങ്ങ കാരണം ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാരണം അതിന് ഓടാൻ കഴിയില്ലല്ലോ, പെട്ടെന്ന് അതിന് ഇറങ്ങി ഓടാൻ പറ്റാത്തത് കാരണം ആ ധൈര്യത്തിലാണ് ഞങ്ങൾ പോയെടുത്തത്. കണ്ടില്ലേ പാവം. ഇത് ആദ്യ പ്രാവശ്യം അതിനെ കടിച്ച് കണ്ടപ്പോൾ ഞങ്ങളെ കണ്ടും കൂടി ഓടിപ്പോയി. രണ്ടാമത് ഞങ്ങൾ ചെന്നപ്പോഴും അതിനെ കഴിക്കാനായിട്ട് വീണ്ടും തത്തേനെ കഴിക്കാനായിട്ട് വീണ്ടും പാമ്പ് വന്നിരുന്നു. അതും ഇതുപോലെ ഞങ്ങളെ കണ്ടോടുകൂടി ആ പാമ്പ് അതിനെ ഇട്ടിട്ട് ഓടാനുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ടോ, പെട്ടെന്ന് തന്നെ ഞങ്ങളെ കണ്ടോടുകൂടി അതിനടട്ടിട്ട് ഓടി. അപ്പോൾ ഞങ്ങൾ മാറി നിന്നു കേട്ടോ. കണ്ടോ, അതിനിട്ട് കണ്ടോ, ഓടിപ്പോയി. അത് ഓടിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് കാത്തിരുന്നു കേട്ടോ. അപ്പോഴത്തേന് വൈകുന്നേരമായി, വിളക്ക് വെക്കേണ്ട സമയമൊക്കെ 6 മണിയൊക്കെ ആയി. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പിന്നെയും കൂട്ടിലേക്ക് നോക്കുമ്പോൾ പിന്നെയും പാമ്പ് അതിൽ വന്ന് കിടക്കുന്നുണ്ട്. രാത്രി സമയമാവുക കാരണം ക്ലിയറായി കാണുന്നില്ല. കണ്ടില്ലേ, പാമ്പാണ് കിടക്കുന്നത് കൂടിൻ്റെ ഉള്ളിൽ തത്തേനെ കഴിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്നോ, അതിനവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് വിഴുങ്ങിക്കഴിഞ്ഞാൽ പാമ്പ് അനങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അതിനെ ഒരു ചാക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച്, അപ്പോഴത്തേന് രാത്രിയായി. അപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലത്തെ ഒരു പയ്യനെ വിളിച്ചു. അവനെ വിളിച്ചിട്ട് അവനാണ് അവനും എൻ്റെ ചേച്ചിയും കൂടിയിട്ടാണ് പാമ്പിനെ ആ ചാക്ക് കെട്ടിയിട്ട് പാമ്പിനെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അതിന് കൂട്ടിനുള്ളിലാക്കി. അത് ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളെ അടുത്ത വീട്ടിലെ പയ്യനാണ്, ഞങ്ങളെ റിലേറ്റീവാണ്. അവന് ഞങ്ങൾ ഓമനപ്പേരുണ്ട് കേട്ടോ, തവള എന്നാണ് അവന് ഓമനപ്പേര് വിളിക്കാറ്. അപ്പോൾ അതും കൂടെ ആയി ഇപ്പോൾ അവന്. പാമ്പിനെ പിടിച്ച തവള എന്നൊരു പേരും കൂടി ആയിട്ടോ അപ്പോൾ അവന്. കണ്ടോ, ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ അത് ചാക്കിൻ്റെ ഉള്ളിലുണ്ടാ പാമ്പ്. അതിനെ കമ്പി കൊണ്ടും കൂടെ കെട്ടി ഭദ്രാക്കി വെക്കുകയാണ്. കാരണം ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടാൻ. അതായത് ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ല, ഇത്തിരി സന്ധ്യ നേരമായത് കാരണം ആർക്കും അവനെ കാണണില്ല. പിന്നെ പുതിയ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് വീട് പൊളിച്ചതും കൂടിയാണ്. അപ്പോൾ അത് കാരണം ഒരുപാട് സാധനങ്ങളൊക്കെ ഒരേ ഭാഗത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം